കർത്താവേ, നിൻ്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. ആമേ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമമഹത്വപ്പെടുമാറാകട്ടെ. ദൈവകൃപയാൽ ഒരു ദിനം കൂടെ നമുക്ക് ദാനമായി തന്ന ദൈവസന്നദ്ധയിൽ നമ്മളെ തന്നെ അർപ്പിക്കാം. ദൈവേഷ്ടത്തിന് നമ്മളെ സമർപ്പിക്കാം. ആ ദൈവേഷ്ടം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന തിരുവചന ധ്യാനത്തിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ ഹൃദയങ്ങളെയും നിലകളെയും ക്രിസ്തുയേശുവിൽ കാക്കട്ടെ. 37-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. 20 വരെയുള്ള വാക്യങ്ങൾ നാം ചിന്തിച്ചു. 21 മുതൽ ബാക്കി ഭാഗങ്ങൾ നമുക്ക് ദൈവകൃപയിൽ ആശ്രയിച്ചു 40 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ധ്യാനാത്മകമായി ചിന്തിക്കാം. നമ്മളാദ്യം കണ്ടത് ഡെസ്റ്റിനി ഓഫ് ദ വിക്കഡ് ആൻഡ് ഓഫ് ദ ഗുഡ്, അതായത് ഒരു ദുഷ്ടൻ മനുഷ്യൻ്റെയും നീതിമാൻ്റെയും അവസ്ഥ അല്ലെങ്കിൽ ലക്ഷ്യം, അവൻ്റെ അവസാനം, അവൻ്റെ നേട്ടം, ഇതെല്ലാമാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. വളരെ അർത്ഥവത്തായിട്ടുള്ള ചില സത്യങ്ങൾ നമ്മളെ ഇത് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. 2-3 കാര്യങ്ങൾ ആദ്യം നമ്മൾ കണ്ടു, അല്ലെ? യഹോവയിൽ ആശ്രയിക്കണം, ട്രസ്റ്റ് ഇൻ ദ ലോർഡ് ആൻഡ് ഡു ഗുഡ് വന്ന്. പിന്നെ സീക്ക് യുവർ ഹാപ്പിനെസ് ഇൻ ദ ലോർഡ്, ദൈവത്തിൽ സന്തോഷം കണ്ടെത്താൻ സാധിക്കണം, മറ്റൊന്നിലുമല്ല. എന്തിലെങ്കിലും സന്തോഷിച്ചാൽ അതെല്ലാം തീരുന്നതും മാറ്റപ്പെടാവുന്നതുമാണ്. പക്ഷേ മാറ്റമില്ലാത്തത് ദൈവിക സന്തോഷമാണ്. പൗലോസ് അപ്പോസ്തലനൊക്കെ ഫിലിപ്പ് ലേഖനത്തിലാണ്, കാരാഗൃഹത്തിൽ കടന്നുകൊണ്ടിരുന്ന ലേഖനങ്ങളാണ് ഫിലിപ്പ് ലേഖനമൊക്കെ. അവിടുന്ന് അറിയിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരവിടെ ദുരിതത്തിലും ദുഃഖത്തിലും ഒന്നൊന്നുമല്ല. അവർ പറയുക, റിജോയ്സ് ഇൻ ദ ലോർഡ്, അഗെയിൻ ഐ സേ റിജോയ്സ് ഇൻ ദ ലോർഡ്. പിന്നെയും എനിക്ക് പറയുന്ന മടുപ്പില്ല, കർത്താവിൽ സന്തോഷിപ്പിക്കാൻ ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു എന്നാണ് ആവർത്തിച്ച് പറയുക. അത് 2 പ്രാവശ്യം അത് ആവർത്തിച്ച് പറയുന്നുണ്ട്. മടുപ്പില്ല എന്നാണ് പറയുന്നത്. സാഹചര്യങ്ങൾ വിരുദ്ധമായിരിക്കാം, പ്രതികൂലമായിരിക്കാം, അന്തരീക്ഷങ്ങൾ എത്ര പ്രതികൂലമായിരിക്കാം, എന്നാൽ അതിൻ്റെ നടുവിൽ ദൈവത്തിൽ നമുക്ക് സന്തോഷിക്കാൻ നമുക്ക് സാധിക്കണം. കാരണം മറ്റുള്ളതെല്ലാം നീങ്ങിപ്പോകുന്നതാണ്, കുറഞ്ഞു പോകുന്നതാണ്, മാറ്റപ്പെടുന്നതാണ്. ഒരിക്കൽ സന്തോഷിച്ച് നമുക്ക് പിന്നീട് സന്തോഷിക്കാൻ കഴിയാതെ കൊണ്ടത് മാറിപ്പോയേക്കാം. നമ്മൾ നന്മയെന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ ആ നന്മ തന്നെ നമുക്ക് തിന്മയായിട്ട് ഭവിച്ചേക്കാം. അതുകൊണ്ട് ആത്യന്തികമായി ദൈവത്തിൽ നമുക്ക് സന്തോഷിക്കാനായിട്ട് സാധിക്കണം. സീക്ക് യുവർ ഹാപ്പിനെസ് ഇൻ ദ ലോർഡ്. നമ്മൾ ചിന്തിച്ചു, നിൻ്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക. ഗീവ് യുവർ സെൽഫ് ടു ദ ലോർഡ്, നിൻ്റെ വഴി ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. ദൈവം നിൻ്റെ പാതകളെ നേരെയാക്കും. ബി പേഷ്യൻ്റ് ആൻഡ് വെയിറ്റ് ഫോർ ദ ലോർഡ് ടു ആക്ട്. ശാന്തമായി ദൈവത്തിൻ്റെ ആലോചന അത് നിവർത്തിക്കപ്പെടാൻ നമ്മളെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുക. നമ്മുടെ വഴികളെ ദൈവത്തിന് വിട്ടുകൊടുക്കുക. തുടർന്നുള്ള ഭാഗങ്ങളിലും ദുഷ്ടനും നീതിമാനും വരുന്ന ഓരോന്നും, ദുഷ്ടന് വരുന്ന എന്താണ്, നീതിമാൻ വരുന്ന എന്താണെന്ന് സമ്മിശ്രമായി ഇങ്ങനെ പറയുകയാണ്. അവിടെ 21-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ദുഷ്ടൻ വായ്പ വാങ്ങുന്നു, തിരികെ കൊടുക്കുന്നില്ല. നീതിമാനോ കൃപാലുവായി ദാനം ചെയ്യുന്നു. അവനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ ഭൂമിയെ കൈവശമാക്കും, അവനാൽ ശപിക്കപ്പെട്ടവരോ ഛേദിക്കപ്പെടും. അവിടെ ദുഷ്ടൻ വായ്പ വാങ്ങുന്നു, പക്ഷെ തിരികെ കൊടുക്കുന്നില്ല എന്നാണ്. വായ്പ വാങ്ങുന്നത് തെറ്റെന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ അത് ഈ ദുഷ്ടൻ എന്ത് സംഭവിക്കുന്നു, അവന് തിരികെ കൊടുക്കാൻ സാധിക്കാതെ വരുന്നു. എന്നാൽ നീതിമാൻ്റെ ഒരു അതായത് ഒരു ഇതായി പറയുന്ന, അവർ കൃപാലുവായി ദാനം കൊടുക്കുമെന്ന് പറയുന്നു, കൃപാലുവായി ദാനം ചെയ്യുന്നു. ആ ഒരവസ്ഥ. ഗുഡ് പീപ്പിൾ ആർ ജനറസ് വിത്ത് ദെയർ ഗിഫ്റ്റ്സ്. അവർ ജനറസ് ആണത്. അവർക്ക് കൊടുക്കാനായിട്ട് ദൈവം അവർക്ക് തൃപ്തിയേകുകയാണ്, സമൃദ്ധിയേകുകയാണ്. ഇനി അവനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ ഭൂമിയെ കൈവശമാക്കും, അവനാൽ ശപിക്കപ്പെട്ടവരോ ഛേദിക്കപ്പെടും. ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവൻ്റെ ഗമനം സ്ഥിരമാക്കുന്നു. അവൻ വീണാലും നിലം പരിചാകുകയില്ല, യഹോവ അവനെ കൈപിടിച്ച് താങ്ങുന്നു. അവിടെ ഒരു മനുഷ്യൻ്റെ വഴിയിൽ നമ്മുടെ ലക്ഷ്യം പ്യുവർ ആണെങ്കിൽ ദൈവം നമ്മുടെ ഓരോ വഴികളെയും പ്രൊട്ടക്റ്റ് ചെയ്യും. ദ ലോർഡ് ഗൈഡ്സ് പീപ്പിൾ ഇൻ ദ വേ ദേ ഷുഡ് ഗോ. നമ്മൾ പോകേണ്ടുന്ന വഴിയിൽ ദൈവം നമ്മളെ ഗൈഡ് ചെയ്യും. ആൻഡ് പ്രൊട്ടക്റ്റ് ദോസ് ഹു പ്ലീസ്. അവനിൽ ആശ്രയിക്കുന്നവരെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യും. അവിടെ എന്ത് പറയുക, അവർ വീണാലും ദിലം പരിചാകില്ല. എന്തെങ്കിലുമൊക്കെ അനർത്ഥങ്ങളൊക്കെ വന്നാലും ഒക്കെ അതൊന്നും നമ്മളെ ആത്യന്തികമായി നശിപ്പിച്ച് കളയത്തില്ല.
അതെല്ലാം നന്മയ്ക്കായിട്ട് ദൈവം അത് മാറ്റി തീർക്കുകയാണ്. അപ്പോൾ നമുക്ക് പറയാനുള്ള എന്താണ്, ദൈവത്തിന് പ്രസാദമുള്ള നമ്മുടെ നമ്മുടെ ഇൻറ്റൻഷൻസ്, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുന്ന ആഗ്രഹങ്ങളെല്ലാം പ്യുവറായിരിക്കും, ലക്ഷ്യം ശുദ്ധമായിരിക്കണം. അത് വളഞ്ഞ വഴിയായിരിക്കരുത്, അത് ക്രൂക്കഡായിരിക്കരുത്. ഒരു ശുദ്ധ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ വഴികളെല്ലാം ദൈവം എന്ത് ചെയ്യും? ദൈവം തന്നെ അത് സ്ഥിരമാക്കുകയാണ്, അത് ഗൈഡ് ചെയ്യുകയാണ്. ദൈവം നമ്മളെ ഗൈഡ് ചെയ്യും. ഇനി ദാവീദ് തൻ്റെ ജീവിതത്തോടനുബന്ധിച്ചൊരു സാക്ഷ്യം പറയുക, ഞാൻ ബാലനായിരുന്നു വൃദ്ധനായി തീർന്നു. അപ്പോൾ ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്ന സ്പാൻ, ലൈഫ് സ്പാൻ എന്ന് വേണമെങ്കിൽ പറയാം, ബാല്യം മുതൽ വാർദ്ധക്യത്തിലെത്തിയ ഒരു മനുഷ്യൻ്റെ സാക്ഷ്യമാണത്. ജീവിതാനുഭവങ്ങളിൽ നിന്ന് കോറിയിട്ട് വെച്ചിരിക്കുക. ഞാൻ ബാലനായിരുന്നു വൃദ്ധനായി തീർന്നു, നീതിമാൻ തുണയില്ലാതിരിക്കുന്നു, അവൻ്റെ സന്തതി ആഹാരം എടുക്കും ഞാൻ കണ്ടിട്ടില്ല. നീതിമാനെ കുറിച്ച് പറയുക, അവൻ തുണയില്ലാതിരിക്കുന്നത്, അവൻ അഭയമില്ലാതിരിക്കുന്നത് ഒരിക്കലും കണ്ടിട്ടില്ല. അവൻ്റെ സന്തതി ആഹാരം എടുക്കുന്നു ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടോ? എത്ര വലിയ സാക്ഷ്യമാണത്. അവൻ നിത്യം കൃപാലുവായി വായ്പ കൊടുക്കുന്നു, അവൻ വാങ്ങുകയില്ല, അവൻ കൊടുക്കുന്നവനായിട്ട് മാറുക. അവൻ്റെ സന്തതി അനുഗ്രഹിക്കപ്പെടുന്നു. ഇനി പറയാം, ദോഷം വിട്ടൊഴിഞ്ഞ് ഗുണം ചെയ്യുക, എന്നാൽ നീ സദാകാലം സുഖമായി വസിക്കും. ഇവിടെ നമ്മൾ കണ്ടു, ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവൻ്റെ ഗമനം സ്ഥിരമാക്കുന്നു. മറ്റൊരു വാക്യമുണ്ട്, ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവൻ്റെ ശത്രുക്കളെ അവനോട് ഇണക്കുമാറാക്കുന്നു എന്ന് പറയുക. എനിമീസ് പോലും നമുക്ക് വിധേയപ്പെടുന്ന രീതിയിലാക്കി മാറ്റും. ദൈവത്തിന് പ്രസാദമുള്ള വഴിയാണെങ്കിൽ നമ്മുടെ സദശോകത്തിലെ വാക്യം പറയുന്നത്. ഇനി ഇവിടെ കാണുകയാണ് 27, ദോഷം വിട്ടൊഴിഞ്ഞ് ഗുണം ചെയ്യുക, എന്നാൽ നീ സദാകാലം സുഖമായി വസിക്കും. യഹോവ ന്യായപ്രിയനാകുന്നു, അവൻ തൻ്റെ വിശുദ്ധന്മാരെ ഉപേക്ഷിക്കുന്നതുമില്ല. അവർ എന്നേക്കും പരിപാലിക്കപ്പെടുന്നു. ദുഷ്ടന്മാരുടെ സന്തതിയോ ഛേദിക്കപ്പെടും. നീതിമാന്മാർ ഭൂമിയെ അവകാശമാക്കി എന്നേക്കും അതിൽ വസിക്കും. നീതിമാന്റെ വായ ജ്ഞാനം പ്രസ്താവിക്കുന്നു, അവൻ്റെ നാവ് ന്യായം സംസാരിക്കുന്നു. തൻ്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം അവൻ്റെ ഹൃദയത്തിലുണ്ട്. ന്യായപ്രമാണം പുറത്ത് എഴുതി വെച്ചിരിക്കുന്ന അവൻ്റെ ഹൃദയത്തിൽ തന്നെ ഒരു പ്രമാണമുണ്ട്. ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഇല്ല, ചെയ്യാൻ പാടില്ല എന്നൊരു പ്രമാണം അവൻ്റെ ഉള്ളിലുണ്ട്. അതാരും അവനെ കമ്പൽ ചെയ്തില്ലെങ്കിലും, ആരും അവനെപ്പോഴും അങ്ങനെ വേണ്ട, ഏതൊരു സ്ഥലത്താണെങ്കിലും സാഹചര്യത്തിലാണെങ്കിലും ദൈവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ അന്യായമായിട്ട് നമ്മൾ ചെയ്യില്ല, അനീതിയായിട്ട് നമ്മൾ പ്രവർത്തിക്കുകയില്ല. നമ്മളെ തടുക്കുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ കൃപ, നമ്മുടെ ആന്തരികമായ ഒരു ചോദന അല്ലെങ്കിൽ അവിടെ ഒരു പ്രചോദനം എല്ലാം നന്മയിലേക്ക് നമ്മളെ നയിക്കും. ആരും കാണാത്തപ്പോഴും കാണുമ്പോഴും എല്ലാം നമ്മൾ സെയിമായിരിക്കും. കാരണം നമ്മൾ ജീവിക്കുന്ന ദൈവത്തിന് മുമ്പിലാണ്. ദൈവം എന്നെ കാണുന്നു, അവനോടാണ് നമുക്ക് കാര്യം. മനുഷ്യർ കാണുമോ കാണാതിരിക്കുമോ അതല്ല നമ്മുടെ വിഷയം. ദൈവം എന്നെ കാണുന്നു, അവനുമായിട്ടാണ് എനിക്ക് കാര്യമുള്ളത്. അപ്പോൾ അവന് പ്രസാദമുള്ള ചെയ്യുവാൻ സാധിക്കണം. ഇനിയോടെ പറയാം, അവൻ്റെ കാലടികൾ വഴുതുകയില്ല. ദുഷ്ടൻ നീതിമാനായി പതിയിരുന്നവനെ കൊല്ലുവാൻ നോക്കുന്നു, യഹോവ അവനെ അവൻ്റെ കയ്യിൽ വിട്ടുകൊടുക്കുകയില്ല. ന്യായവിസ്താരത്തിൽ അവനെ കുറ്റം വിധിക്കുകയുമില്ല. ദുഷ്ടൻ പതിയിരുന്നവനെ കൊല്ലാൻ നോക്കും. ഓരോ സ്ഥലത്ത് പറയുന്നുണ്ട്, ടേൺ അവേ ഫ്രം ഈവിൾ ആൻഡ് ഡു ഗുഡ്. അതായത് തിന്മയിൽ നിന്നൊക്കെ നമ്മൾ ഓടി അകലം എന്നാണ് പറയുന്നത്. ഇവിടെ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ദുഷ്ടൻ എന്ത് ചെയ്യും? എതിരാകും, അവൻ നമുക്ക് എതിരായിട്ടൊക്കെ പ്രവർത്തിക്കും. പക്ഷേ അവിടെ പറയുകയാണ്, ബട്ട് ദ ലോർഡ് വിൽ നോട്ട് അബാൻഡൺ ദം ടു ദെയർ എനിമീസ് പവർ. ശത്രുവിൻ്റെ ശക്തിക്കൊന്നും നമ്മൾ വിട്ടുകൊടുക്കത്തില്ല, ദൈവം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് അവിടെ പറയുന്നത്. ബട്ട് ദ ലോർഡ് വിൽ നോട്ട് നമ്മളെ തള്ളിക്കളയുകയില്ല. യഹോവയ്ക്കായി പ്രത്യാശിച്ച് അവൻ്റെ വഴി പ്രമാണിച്ച് നടക്കുക, എന്നാൽ ഭൂമി അവകാശമാക്കുക, അവൻ നിന്നെ ഉയർത്തും. ദൈവം ഉയർത്തും. ദുഷ്ടന്മാർ ഛേദിക്കപ്പെടുമെന്ന് നീ കാണും. ദുഷ്ടൻ പ്രബലനായിരിക്കുന്നു, സ്വദേശികമായ പച്ചവൃക്ഷം പോലെ തഴിക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പിന്നെ അതിൽ പോയപ്പോൾ അവനില്ല, ഞാൻ അന്വേഷിച്ചു അവനെ കണ്ടതുമില്ല. നിഷ്കളങ്കനെ കുറിക്കൊള്ളുക, നേരുള്ളവനെ നോക്കിക്കൊള്ളുക, സമാധാന പുരുഷന് സന്തതി ഉണ്ടാകും. ദുഷ്ടനെക്കുറിച്ച് പറയുകയാണ്, I once knew a wicked and ruthless person. He towered over everyone like a Kedar of Lebanon. കേദാർ ദേവദാരു പോലെ ഇങ്ങനെ അവൻ വളരുന്നത് കണ്ടു. ബട്ട് ലേറ്റർ ഐ പാസ്ഡ് ബൈ ആൻഡ് ഹി വാസ് നോട്ട് ദെയർ. ഹി വാസൻറ്റ് ദെയർ. ഐ ലുക്ക് ഫോർ ഹിം ബട്ട് കുഡിൻറ്റ് ഫൈൻഡ് ഹിം. പക്ഷേ കുറച്ച് കഴിഞ്ഞു, ലേറ്റർ പിന്നീട് ഞാനതിൽ പോയ അവനില്ല. അതാണ് ക്ഷണികമാണ് അവൻ്റെ വളർച്ച എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ക്ഷണികമായ അനുഗ്രഹങ്ങളല്ല നിലനിൽക്കുന്ന നീതിമാനെ കുറിച്ച് പറയുമ്പോൾ അവൻ്റെ അവകാശം ശാശ്വതമായിരിക്കും. ഇറ്റ്സ് പെർമനൻറ്റ്, നിലനിൽക്കുന്ന, ഇറ്റേണൽ.
നിലനിൽക്കുന്ന അനുഗ്രഹങ്ങൾ ദൈവസന്നിധിയിലേക്ക് നമുക്ക് ദൈവത്തിൽ അനുഗമിക്കും. ദൈവം നമുക്ക് പ്രദാനം ചെയ്യുന്നതാണ്. എന്നാൽ അതിക്രമക്കാൽ ഒരുപോലെ മുടിഞ്ഞു പോകും, ദുഷ്ടന്മാരുടെ സന്താനം ഛേദിക്കപ്പെടും. നീതിമാന്മാരുടെ രക്ഷ യഹോവയിൽ നിന്ന് വരുന്നു, കഷ്ടകാലത്ത് അവൻ അവരുടെ ദുർഗമാകുന്നു. അപ്പം 37 പറയാം, നിഷ്കളങ്കനെ കുറിക്കൊള്ളുക, നേരുള്ളവനെ നോക്കി. അപ്പോൾ ഈ ദുഷ്ടത അങ്ങനെയുള്ളവരെയല്ല നമ്മൾ നോക്കേണ്ടത്. അവർ പെട്ടെന്ന് നശിച്ചു പോകും. അവരുടെ വഴികളും അനുകരിക്കരുത്. ഇന്നൊക്കെ ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് എന്നൊക്കെ പറയുന്നതൊക്കെ പല ദുഷ്ട ഉദാഹരണങ്ങളൊക്കെ അവർ കൊടുക്കുന്നതും വിക്കറ്റ് തോട്ട്സും ഒക്കെ അവർ കൊടുക്കുന്നത്. അവർക്കും റൈച്ചസ് നേരില്ല, എല്ലാം ക്രൂക്കട്ടായിട്ടുള്ള ഇതൊക്കെയാണ്. ഇവിടെ പറയുകയാണ്, നോട്ടീസ് ഗുഡ് പീപ്പിൾ, ഒബ്സർവ് ദ റൈച്ചിയസ്. നല്ല മനുഷ്യരെ, ദൈവഭക്തരെ, അവരെ നോക്കുക. ഒബ്സർവ് ദ റൈച്ചിയസ്, നീതിമാനെ അവനെ പരിശോധിച്ച് നോക്കുക. എന്ന് പരിശോധിക്കുക പറഞ്ഞാൽ അവൻ്റെ ആ കാൽച്ചുവടുകൾ, നേരെയുള്ളവനെ നോക്കിക്കൊള്ളുക. അത് നമുക്ക് അനുധാവനം ചെയ്യാനായിട്ട് സാധിക്കും. അത് നമുക്ക് അത് ഫോളോ ചെയ്യുന്ന നമ്മൾ ക്രിസ്തുവിൻ്റെ ഫോളോവേഴ്സാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ ശ്രേഷ്ഠമായ കാര്യങ്ങൾ. അവനെ അനുഗമിച്ചവരുടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്ന പോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകുമെന്ന് പറയുന്നത്. അപ്പോൾ ഈ പൗലോസ് അപ്പോസ്തലൻ അനുഗമിച്ച ഒരു വ്യക്തി യേശുവിനെ തന്നെ അനുഗമിക്കുന്നത്. കാരണം ഹീസ് ദ ഫോളോവർ ഓഫ് ക്രൈസ്റ്റ്. യേശുവിനെ അനുഗമിക്കുന്നത് കൊണ്ട് പൗലോസിനെ അനുഗമിച്ചാൽ യേശുവിനെ തന്നെയാണ് അനുഗമിക്കുന്നത്. അവൻ ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിൻ്റെ വഴിയിലാണ് സഞ്ചരിക്കുന്നത്. അത് നമ്മൾ സൂക്ഷിച്ച് നോക്കി ഒരു വ്യക്തി ദൈവഭക്തനാണോ, അവൻ്റെ കാര്യങ്ങൾ അനുകരിക്കാൻ കൊള്ളാമോ എന്ന് നോക്കി വിക്കഡ് മാൻ്റെ, ദുഷ്ടമനുഷ്യൻ്റെ മാതൃകൾ ഒരിക്കലും നമ്മൾ അംഗീകരിക്കരുത്. നമ്മൾ അനുകരിക്കരുത്. അത് നാശത്തിലേക്ക് പോകുന്ന. എന്നാൽ അതായത് ഇവിടെ മുമ്പ് നമ്മൾ ചെയ്തു അനേക ദുഷ്ടന്മാർക്കുള്ള സമൃദ്ധി എന്ന് പറഞ്ഞാൽ കുറേ ദുഷ്ടന്മാർക്കുണ്ട് അവരുടെ സമൃദ്ധി. അത് എത്ര വലുതാണെങ്കിലും നീതിമാനുള്ള അല്പം ഏറ്റവും നല്ലത്. ദ ഗുഡ് പോർഷൻ, കുറച്ചേ ഉള്ളൂ നീതിമാൻ. അതാണ് അനേക ദുഷ്ടന്മാർക്കുള്ള സമൃദ്ധിയേക്കാൾ നീതിമാനുള്ള അല്പം ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അതാണ് അത് അനുഗ്രഹമായിരിക്കും, നന്മയായിരിക്കും. 40-ാമത്തെ വാക്യം, യഹോവ അവരെ സഹായിച്ചു വിടുവിക്കുന്നു, അവർ അവനിൽ ആശ്രയിക്കൊണ്ട് അവന് ഇവരെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിച്ച് രക്ഷിക്കുന്നു. ദ ലോർഡ് സേവ്സ് ദ റൈച്ചിയസ്നസ് ആൻഡ് പ്രൊട്ടക്ട്സ് ദം ഇൻ ടൈംസ് ഓഫ് ട്രബിൾ. കഷ്ടകാലത്തൊക്കെ ദൈവം നമ്മളോട് കൂടി നമ്മളെ വിടുവിക്കും. ഹീ ഹെൽപ്സ് ദം ആൻഡ് റെസ്ക്യൂസ് ദം. അവൻ നമ്മളെ സഹായിക്കും, നമ്മളെ വിടുവിക്കും. ഹി സേവ്സ് ദം ഫ്രം ദ വിക്കഡ്. ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് നമ്മളെ ദൈവം വിടുവിക്കും. എന്തുകൊണ്ടെന്നാൽ ബിക്കോസ് ദേ ഗോ ടു ഹിം ഫോർ പ്രൊട്ടക്ഷൻ. ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് ദൈവം അവരെ രക്ഷിക്കുക. അങ്ങനെ രക്ഷിക്കുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ് ദൈവം രക്ഷിക്കുന്നത്. അല്ലെങ്കിൽ അവൻ എതിർത്ത് പറഞ്ഞാലും ദൈവത്തോട് എന്തിനെന്തിൻ്റെ കാര്യങ്ങൾ ഇടപെടുന്നു എന്ന് ചോദിച്ചാൽ ദൈവം ജെന്യൂനാണ്, ദൈവം ജെന്റിലാണ്. ദൈവം എപ്പോഴും നമ്മുടെ അനുവാദം ചോദിക്കുകയാണ്. കാരണം നമ്മുടെ ജീവിതം നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ദൈവം ഒരിക്കലും നമ്മളെ നിർബന്ധിച്ച് എന്തെങ്കിലും ചെയ്യിക്കുകയല്ല. നമ്മൾ മനസ്സോടെ സമർപ്പിക്കുമ്പോൾ ദൈവം സന്തോഷത്തോടെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. ദൈവ അനുഗ്രഹത്തിൻ്റെ വാഗ്ദാനങ്ങൾ നമുക്ക് തുറന്നു തരും. അവൻ തന്നെ നമ്മുടെ ഗൈഡ് ചെയ്യും, നമ്മുടെ പാതകളെ നേരെയാക്കും, നമ്മുടെ ഗമനങ്ങളെ സ്ഥിരമാക്കും. അത് വളരെ മനോഹരമായൊരു അനുഭവമാണ്. അതാണ് നമുക്ക് ഈ ലോക ജീവിതത്തെ ആർജിച്ചെടുക്കാനുള്ളത്. മറ്റുള്ളതെല്ലാം ക്ഷണികമാണ്, കണ്ണിന് കാണുന്ന ഇമ്പമായിട്ട് തോന്നും. പക്ഷെ അതിൻ്റെ അപ്പുറം നമുക്ക് അതൊന്നും രസകരമായിരിക്കുകയില്ല. അനേകരുടെ ജീവിതങ്ങൾ എങ്ങനെയാണ്, പലരും പലതെല്ലാം നേടും, പക്ഷെ ഒന്നും അനുഭവിക്കാൻ സാധിക്കാതെ പോകുന്ന ഒരു അനുഭവം. അപ്പം നീതിമാനായിരിക്കുന്നതും നന്മ ചെയ്യുന്നതും വിട്ടുകളയരുതെന്ന് തിരുവനന്തപുരത്തൊരു വാക്യമുണ്ട്. നമുക്ക് നീതിമാനാകുന്ന എങ്ങനെ? കർത്താവിൻ്റെ ക്രൂശിലെ യാഗത്താലാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത്. യേശുവിൻ്റെ രക്തത്താലാണ് നമുക്ക് നീതീകരിക്കപ്പെടുന്നത്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല എന്ന് പറയുമ്പോൾ ഏകൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നു ആദമിൻ്റെ. എന്നാൽ ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാർ. യേശുവിൻ്റെ അനുസരണം കൊണ്ട് നമ്മളെല്ലാം നീതിമാന്മാരാകിയ ആ അനുസരണമാണ് ക്രൂശിലെ യാഗമെന്ന് പറയുന്നത്. പിതാവിൻ്റെ ഇഷ്ടത്തിന് തന്നെ വിട്ടുകൊടുത്ത് നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയായി തീർന്ന ക്രൂശിൻ്റെ ചൂട്ടിൽ നമുക്ക് അർപ്പണം ചെയ്യാം. ക്രിസ്തുവിനായ നമ്മുടെ ജീവിതങ്ങൾ, യേശുവിനായ നമ്മുടെ ജീവിതങ്ങൾ അർപ്പണം ചെയ്യാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മളിൽ കൂടെ തൻ്റെ ഹിതം നിർവഹിക്കാൻ നമുക്ക് വിട്ടുകൊടുക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മനോഹരമായ സമയത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. അപ്പാ, ഞങ്ങളുടെ ഉള്ളങ്ങളെ, ഞങ്ങളുടെ നിലവുകളെ, ഞങ്ങളുടെ വിചാരങ്ങളെ അറിയുന്ന നല്ല ദൈവമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ പാതകളൊക്കെ നിനക്ക് പ്രസാദകരമായിരിക്കണേ. അല്ല, നിൻ്റെ വഴി ഞങ്ങളെ കാണിച്ചു തരണമേ. നീ ഞങ്ങളെ നയിക്കുമെന്ന് തിരുവനന്തപുരത്തോട് വാഗ്ദത്തം തന്നല്ലോ. നിൻ്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവൻ
അത് നേരെയാക്കുമെന്ന് പറയുന്നു. അപ്പം ഞങ്ങളുടെ വഴികളെല്ലാം നിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഫ്യൂച്ചർ എല്ലാം നിൻ്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുത്തെ ഇഷ്ടം പോലെ അവിടെ നയിക്കണമേ. അത് ശാശ്വതമാണ്, അത് അനശ്വരമാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നപ്പ. എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ. ഞങ്ങൾക്കൂടെ തിരുനാമം മഹത്വപ്പെടും. തന്നെല്ലാ കൃപകൾക്കായ സ്തുതി. പുതുപുത്തൂർ സാൽഭാവത്തിൽ നാമ മഹത്വത്തിനാ തന്നെ. ആമേൻ.